Hello, welcome back to the video. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മിനിയേച്ചർ പെയിൻറ്റിങ്സ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ ഏകദേശം പാലാ സ്കൂളും അബബ്രംസ സ്കൂളും ഡൽഹി സൾട്ടനേറ്റും ദെൻ മുഗൾ എറായിലെ പെയിൻറ്റിങ്സ് എങ്ങനെയുള്ള ആണെന്നുള്ള ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. ആൻഡ് നമ്മളതിനകത്ത് പറഞ്ഞ ഒരു കാര്യമായിരുന്നു, ലൈക്ക് ഓരോ എംപറിൻ്റെയും കുറച്ച് വ്യത്യസ്തമായ പെയിൻറ്റിങ്സ് ആണുള്ളതെന്നും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ആ ഒരിത് നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനാണ്. ഓക്കെ, അപ്പം ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. മുഗൾ എറ പെയിൻറ്റിങ്സ് നമ്മൾ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അത് കാണാത്തവരാണ് ഈ വീഡിയോ വാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാച്ച് ദ പ്രീവിയസ് വീഡിയോ അപ്ലോഡഡ് ഇൻ മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, നമ്മൾ അക്ബറിൻ്റെ പെയിൻറ്റിങ്ങിന് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം അക്ബറിൻ്റെ കാലഘട്ടത്തിലെ പെയിൻറ്റിങ്സിന് തുടക്കമായിട്ട് അയാൾ ഒരു ആർട്ടിസ്റ്റിക് സ്റ്റുഡിയോ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഹീ ക്രിയേറ്റഡ് എ ആർട്ടിസ്റ്റിക് സ്റ്റുഡിയോ. ഇതിന് വേണ്ടിയിട്ട് തന്നെ അയാൾ ഒരു ആർട്ടിസ്റ്റിക് സ്റ്റുഡിയോ ഉണ്ടാക്കി. ആൻഡ് അതിന് പേരുമിട്ടു തസ്വീർ ഖാന എന്നാണ് അതിന് പേരിട്ടത്. ഓക്കെ, തസ്വീർ ഖാന. അപ്പോൾ ഇതാണ് ദാറ്റ് നെയിം. അപ്പോൾ ഇതിനകത്ത് ഈ ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്, ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവരെ ഹയർ ചെയ്യുന്നുണ്ട്, ഇവർക്ക് സാലറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരുടേതായിട്ടുള്ള ഓൺ സ്റ്റൈലിലാണ് അവർ ഈ പെയിൻറ്റിങ്സൊക്കെ വരയ്ക്കുന്നത്. ഇനി ഇതിനകത്ത് ഈ അക്ബർ കാലഘട്ടത്തിലെ പെയിൻറ്റിങ്സ് എല്ലാം 3D ആയിരുന്നു. 3D പെയിൻറ്റിങ്സ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ആർട്ടിസ്റ്റിന് വേറൊരു കാര്യം കൂടെ എൻകറേജ് ചെയ്യുന്നുണ്ടായിരുന്നു. പെയിൻറ്റിങ്സിൽ അവർക്ക് എന്തുണ്ടാക്കാം? കാലിയോഗ്രഫി ഉണ്ടാക്കാം. ഓക്കെ, കാലിയോഗ്രഫി അവർക്ക് ഇൻക്ലൂഡ് ചെയ്യാം പെയിൻറ്റിങ്സിൽ എന്ന് പറഞ്ഞൊരു നിബന്ധനയും കൂടെ ഉണ്ടായിരുന്നു. ദെൻ വേറൊരു പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്, തൂത്തിനാമ എന്ന് പറയുന്നൊരു ഇതും കൂടെ അവർ, ലൈക്ക് ഇറ്റ് ഈസ് ടെയിൽസ് ഓഫ് പാരറ്റ് ആണ്, ഹിന്ദിയിലാണ് ഈ തൂത്തിനാമ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താണ്, അതിനകത്തെ കഥകളെല്ലാം പെയിൻറ്റിങ്സ് ആയിട്ട് ഉപയോഗിക്കാനായിട്ടൊക്കെ ഇവർ തുടങ്ങി. ദെൻ ഇതിൻ്റെ ലേറ്റർ ഫേസിൽ മഹാഭാരത, അതിനകത്തെ ഡിസ്ക്രിപ്ഷൻസ് ലൈക്ക് പെയിൻറ്റിങ്സ്, ദെൻ രാമായണ, അതുപോലെ തന്നെ ഒരു അറബ് എപ്പിക്കുണ്ട് ഹംസനാമ. ഓക്കെ, അതിൻ്റെയൊക്കെ പെയിൻറ്റിങ്സും നമുക്ക് കാണാനായിട്ട് പറ്റുമായിരുന്നു ഈ ഒരു പർട്ടിക്കുലർ എംപററിൻ്റെ കാലഘട്ടത്തിലെ പെയിൻറ്റിങ്സിൽ. ദിസ് വാസ് അബൌട്ട് ദ എംപറർ അക്ബർ ആൻഡ് ഹിസ് പീരിയഡ് പെയിൻറ്റിങ്സ്. ഓക്കെ, അപ്പം നമ്മൾ അക്ബറിൻ്റെ ലൈക്ക് മെഡീവൽ ഹിസ്റ്ററിയിൽ പഠിക്കുമ്പോൾ അറിയാം, അക്ബറിൻ്റെ കുറേ ലൈക്ക് റിലീജിയസ്, അങ്ങനെ ഇന്ന ദൈവം എന്നൊന്നും ഇല്ലായിരുന്നു. ലൈക്ക് അദ്ദേഹം റിലീജിയസ് മീറ്റിങ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അപ്പോൾ അദ്ദേഹം നമ്മൾ ഈ മുഗളെറ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, അത് നോ പോർട്രയൽ ഓഫ് ഗോഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓക്കെ, വേറൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഇദ്ദേഹം നമ്മൾ കഴിഞ്ഞ ലൈക്ക് ഡൽഹി സൾട്ടനേറ്റിൽ പറഞ്ഞു പേർഷ്യനും ഇന്ത്യൻ എലമെൻസും കൂടെ മിക്സ്ഡ് ആണെന്ന്. അക്ബറിൻ്റെ പെയിൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് യൂറോപ്യൻ ആയിരുന്നു. ഓക്കെ, യൂറോപ്യൻ സ്റ്റൈൽസാണ് ഉപയോഗിച്ചിരുന്നത്. ഒരു യൂറോപ്യൻ സ്റ്റൈലാണ് ഇവർ അഡോപ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ
എന്താണ് ഇത്രയൊക്കെയാണ് പോയിൻറ്റ്സ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അക്ബർ. നമുക്ക് അടുത്ത റെയിനിലേക്ക് പോകാം, ദാറ്റ് ഈസ് സോ ജഹാംഗീർ. സോ മുഗൾ പെയിൻറ്റിങ് ഭയങ്കര ഉയരങ്ങളിലെത്തി, ഒരു ജനത്തിലേക്ക് എത്തിയത് ജഹാംഗീറിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പം ഇദ്ദേഹവും എന്ത് സ്റ്റൈലാണ്, ഒരു യൂറോപ്യൻ സ്റ്റൈലാണ്. അക്ബറിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് യൂറോപ്യൻ സ്റ്റൈലിൽ തന്നെയാണ് പെയിൻറ്റിങ്സ് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ജഹാംഗീർ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു എക്സാമ്പിളാണ് പെയിൻറ്റിങ്ങിൻ്റെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ദാറ്റ് ഈസ് തുസ്ക് ഈ ജഹാംഗീർ എന്ന് പറയുന്നൊരു പെയിൻറ്റിങ് ഉണ്ട്. ജഹാംഗീർ നാമ എന്ന് പറയും, ഇതാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. Then in the paintings of Jahangir, it was very naturalistic, ഭയങ്കര നാച്ചുറൽ ആയിരുന്നു. അതുപോലെ തന്നെ ഫ്ലോറയും ഫൗണയും ഉള്ള എലമെൻറ്റ്സ് ആയിരുന്നു ഇതിനകത്ത് ചേർത്തുകൊണ്ടിരുന്നത്. ദെൻ പിന്നെ ഒരു പെയിൻറ്റിങ് ഫേമസ് ആർട്ടിസ്റ്റ് ജഹാംഗീറിൻ്റെ കാലഘട്ടത്തിലെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് ഉസ്താദ് മൻസൂർ. അദ്ദേഹമായിരുന്നു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ജഹാംഗീറിൻ്റെ കാലഘട്ടത്തിൽ. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ജഹാംഗീർ. ദെൻ അടുത്ത റെയിനാണ് നമുക്ക് ഷാജഹാൻ വരുന്നത്. സോ ഷാജഹാൻ്റെ ഒരു കാലഘട്ടത്തിൽ പെയിൻറ്റിങ്സിൽ ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, സോ ഈ ഇൻക്ലൂഡഡ് ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ് ഇൻ ദ പെയിൻറ്റിങ് ആൻഡ് ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പെയിൻറ്റിങ്സിനകത്ത് കൂടുതലും ഗോൾഡ് ആൻഡ് സിൽവർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ വേറൊരു പ്രത്യേകത, ഭയങ്കരമായിട്ടും ബ്രൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ബ്രൈറ്റ് കളർ പാലറ്റ്സ് ആയിരുന്നു ഇതിനകത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് തൻ്റെ പ്രെഡിസസേഴ്സിനകത്തിലേക്കാണെങ്കിലും. ആൻഡ് പെയിൻറ്റിങ്സിനകത്തെ ഷാജഹാൻ്റെ കാലഘട്ടത്തിലെ പെയിൻറ്റിങ്സിലെല്ലാം നമുക്ക് ഏറ്റവും കൂടുതലും ലവ് സീൻസാണ്. പിന്നെ വിമനെ കുറിച്ച് പോർട്രേൽ ചെയ്യുന്ന സീൻസ്, ഇതൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ സൂപ്പർ ഇമ്പോസിഷൻ ഓഫ് വിമൻ, ഇങ്ങനത്തെ സീൻസും ഒക്കെ നമുക്ക് ഷാജഹാൻ്റെ കാലഘട്ടത്തിലെ പെയിൻറ്റിങ്സിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇത് കഴിഞ്ഞ് വരുന്ന ഒരാളുണ്ട്, ലാസ്റ്റ് റൂളർ ഓഫ് മുഗൾ എംപയർ. ആരാണത്? ഇറ്റ് ഈസ് ഔറംഗസേബ്. ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിൽ ആസ് യു നോ അദ്ദേഹത്തിൻ്റെ എംപയർ അല്ലെങ്കിൽ രാജഭരണഘട്ടം ഭയങ്കര വീക്കായിരുന്നല്ലോ. അതുപോലെ തന്നെ പെയിൻറ്റിങ്സിന് ഇദ്ദേഹം കൂടുതൽ നോ എൻകറേജ്മെൻറ്റ് ഫോർ പെയിൻറ്റിങ് ആണ് ഇദ്ദേഹം കൊടുത്തത്. പെയിൻറ്റിങ്ങിന് ഒരു എൻകറേജ്മെൻറ്റും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഇതിനകത്ത് മുഗൾ കോർട്ടിൽ മറ്റ് ഏരിയാസിൽ നിന്നുമൊക്കെ പെയിൻറ്റ് ആഡ് ചെയ്ത് അങ്ങനെയായിരുന്നു പെയിൻറ്റിങ്സൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഓക്കെ, സോ ഇതാണ് മുഗൾ കാലഘട്ടത്തിലെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്.